ചാർക്കോൾ ഗ്രിൽ ചിക്കൻ നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കുന്നതിനേക്കാളും രുചിയായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിയും. അതും ചാർക്കോൾ ചിക്കൻ ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. നമുക്ക് മസാലയൊക്കെ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ചാർക്കോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് നമ്മുടെ കയ്യിലില്ലെങ്കിലും നമുക്ക് നമ്മുടെ സാധാരണ അടുപ്പുണ്ടല്ലോ, അടുപ്പിൽ ചാർക്കോൾ ഇട്ട് കനലുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ ചിക്കൻ വെച്ചിരിക്കുന്ന ഗ്രില്ല് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതുകൊണ്ട് ചാർക്കോൾ ഉണ്ടാക്കുന്ന സ്റ്റാൻഡ് കയ്യിലില്ല എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിന്ന് എന്തായാലും ചാർക്കോൾ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 6 വലിയ കഷ്ണം ചിക്കനാണ്. ഈ 6 കഷ്ണവും കൂടിയിട്ട് ഏകദേശം 1 കിലോഗ്രാം ഉണ്ടാവും. അപ്പോൾ ഈ 1 കിലോഗ്രാം ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയുടെ അളവാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 3/4 ടീസ്പൂൺ വരെ ജീരകം പൊടിച്ചത്, ചെറിയ ജീരകം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക. ഇതിപ്പോൾ എല്ലാ കടകളിലും നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ചെറിയ കടകളിൽ പോലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ വരെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട. ഇതിൽ ചേർത്തിരിക്കുന്ന തൈരും ചെറുനാരങ്ങ നീരും ഒക്കെ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് ഇതിലേക്ക് നന്നായിട്ട് മസാല പിടിപ്പിക്കാം. ഞാൻ ഈ ചിക്കൻ ഇതുപോലെ കീറലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ഇതിൻ്റെയൊക്കെ എല്ലാ ഭാഗത്തും ഇതുപോലെ കീറലിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം മസാല പിടിക്കും, പെട്ടെന്ന് വെന്ത് കിട്ടാനും സഹായിക്കും. അപ്പോൾ നമുക്കിതിലേക്ക് നന്നായിട്ട് മസാല പുരട്ടി കൊടുക്കാം. ചിക്കനിൽ നന്നായിട്ട് മസാല പുരട്ടി എടുത്തിട്ടുണ്ട്. ചിക്കനിൽ നന്നായിട്ട് മസാല പുരട്ടിയതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെച്ചിരിക്കണം. അതിനേക്കാൾ ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ വരെയൊക്കെ വെച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും ഇത് വെക്കണം. എങ്കിലേ നമ്മുടെ ചിക്കൻ നല്ല ടെൻഡറായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചിക്കൻ ഭയങ്കര ഹാർഡായിരിക്കും. മാത്രമല്ല മസാല നല്ലോണം പിടിച്ച് കിട്ടുമില്ല. അപ്പോൾ നല്ലോണം മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല ടെൻഡറായിട്ട് വരാൻ വേണ്ടിയിട്ട് കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അതിനുശേഷം നമുക്ക് ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഈ ചിക്കനിൽ മസാല പുരട്ടിയിട്ട് 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ബാർബിക്യൂ സ്റ്റാൻഡിലേക്ക് ചാർക്കോൾ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് ചാർക്കോൾ എവിടെ നിന്നാണ് വാങ്ങിച്ചെന്നൊക്കെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മിക്ക കടകളിലും കിട്ടുന്നുണ്ട്. സൂപ്പർ മാർക്കറ്റിൽ പോലും നാട്ടിൽ ഈ ചാർക്കോൾ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഞാനിത് വാങ്ങിച്ചിരിക്കുന്നത് കണ്ണൂരിൽ സൗത്ത് ബസാറിൽ നിന്നാണ്. കണ്ണൂരിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് പുതിയ തെരുവിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. റോഡ് സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഈ ചാർക്കോൾ സ്റ്റാൻഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ചാർക്കോൾ നന്നായിട്ട് തീ കൊടുത്തിട്ട് അത് നന്നായിട്ട് കത്തി കനലായിട്ട് മാറണം. അപ്പോൾ കനലായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. മുഴുവൻ ചാർക്കോളും കത്തിയിട്ട് നല്ല കനലായിട്ട് മാറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മോനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവനത് കത്തിക്കുമ്പോഴേക്കും ഞാൻ ഈ ചിക്കൻ, നമ്മൾ മസാല പുരട്ടിയ ചിക്കൻ അതിൻ്റെ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 6-7 മണിക്കൂർ വരെ ഈ മസാലയിൽ കിടന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ചിക്കൻ നമുക്കിനി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന ഈ സ്റ്റാൻഡിലേക്ക് വെച്ച് കൊടുക്കാം, ഈ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുക്കാം. ഈ ഗ്രില്ല് നമുക്കൊരു പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മൾ മസാലയ്ക്ക് ഇങ്ങനെ ഇറ്റി വീഴുകയാണെങ്കിൽ ഈ പാത്രത്തിലേക്ക് വീണോളും. അപ്പോൾ ചിക്കൻ ഓരോന്നായിട്ട് എടുത്തിട്ട് ഈ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ ഇടയിൽ ഒരല്പം ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെയാകുമ്പോൾ ആ ഭാഗം വേവാതെയായി പോവില്ല. അപ്പോൾ ഓരോ ചിക്കൻ്റെ ഇടയിൽ ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക.
ചിക്കൻ മുഴുവനും ഈ ഗ്രില്ലിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള മസാല മുഴുവനും ഇതുപോലെ ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. പാത്രത്തിൽ ബാക്കിയിരിക്കുന്ന മസാല മുഴുവൻ ചിക്കൻ്റെ മുകളിൽ ഇതുപോലെ പുരട്ടി കൊടുക്കാം. ഇനി ഗ്രില്ല് നമുക്കിതുപോലെ അടച്ചിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്തെടുക്കാം. തീരെ ഇളകി പോകാത്ത രീതിയിൽ നന്നായിട്ട് അമർത്തി ലോക്ക് ചെയ്യുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് കനലിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ കനൽ റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഇതിപ്പോൾ ചാർക്കോളിന് തീ കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് കത്തി വരികയാണ്. ഇതുപോലെ കത്തുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുക്കരുത്. മൊത്തം കത്തി കഴിഞ്ഞ് ഈ ചാർക്കോൾ നല്ലൊരു കനലായിട്ട് മാറണം. കനലായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ ചാർക്കോൾ നന്നായിട്ട് കത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചാർക്കോളിന് വരുന്നൊരു ഓയിലുണ്ട്, അത് വാങ്ങിയിട്ട് അതിൽ ഒഴിച്ചിട്ട് അത് നമുക്ക് കത്തിച്ചെടുക്കാം. അപ്പോൾ അത് കയ്യിലില്ലെങ്കിൽ നമുക്ക് മണ്ണെണ്ണ യൂസ് ചെയ്യാം. പക്ഷേ മണ്ണെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് കത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ, പിന്നെ അത് ഉപയോഗിക്കരുത്. പ്രത്യേകിച്ച് നമ്മൾ ചിക്കൻ വെക്കുന്നതിന് തൊട്ട് മുമ്പൊന്നും മണ്ണെണ്ണ ഉപയോഗിക്കാനേ പാടില്ല. ചിലപ്പോൾ അത് മണ്ണെണ്ണയുടെ ടേസ്റ്റ് ചിക്കനിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് കത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം വളരെ കുറച്ച് മണ്ണെണ്ണ യൂസ് ചെയ്യാം. പിന്നെ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ചാർക്കോൾ നമ്മൾ വെയിലത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണെങ്കിൽ ഒരു എണ്ണയുടെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചാർക്കോൾ നന്നായിട്ട് കത്തി കിട്ടും. അപ്പോൾ ഈ ചാർക്കോൾ മുഴുവൻ നന്നായിട്ട് കത്തി ഇതിൻ്റെ തീയൊക്കെ കെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു കനൽ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അതായത് ചാർക്കോളിൻ്റെ മുകളിൽ വേറൊരു ഗ്രില്ലുണ്ടാവും. ആ ഗ്രില്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ചിക്കൻ വെച്ച ഗ്രില്ല് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാനിത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 20-25 മിനിറ്റൊക്കെ എടുക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യം ഇതുപോലെ ഒരു സൈഡ് നന്നായിട്ട് കനലിൽ വേവിച്ചതിന് ശേഷം നമുക്കിത് തിരിച്ച് വെച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ മറ്റോ ഇതിൻ്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബ്രഷോ സ്പൂണോ വെച്ചിട്ട് ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനിപ്പോൾ മസാല പുരട്ടുന്ന സമയത്ത് ഒലീവ് ഓയിൽ ചേർത്തതുകൊണ്ട് വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു വിഷറിയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഇടയ്ക്ക് വീശി കൊടുക്കണം. അതായത് നമ്മുടെ കനലിൻ്റെ തീ ചൂട് കുറഞ്ഞു വരുന്ന സമയത്ത് വീണ്ടും കനൽ നന്നായിട്ടൊന്ന് കത്തി നല്ല ചൂടായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ അധികം സമയം എടുക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വിഷറിയോ മറ്റോ വെച്ചിട്ട് ഇടയ്ക്കിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് വീശി കൊടുക്കുക. അപ്പോൾ കനലിന് നല്ല ചൂട് വരും, ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മുടെ ചിക്കൻ ഇവിടെ ഒരു ഭാഗം റെഡിയായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണം. ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനിത് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. മാത്രമല്ല ഞാൻ ഇതിൻ്റെ കൂടെ സവാളയൊക്കെ വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു നേരത്തെ വെക്കുന്ന സമയത്ത്. അപ്പോൾ തിരിച്ച് വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് സവാള ഓരോ സവാളയും പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യമേ വെക്കുകയാണെങ്കിൽ സവാള നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ വെക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. ഇനി നമുക്ക് ചിക്കൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രിൽ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, രണ്ട് വശവും നന്നായിട്ട് ഗ്രില്ലായിട്ടുണ്ട്. ചേർത്തിരിക്കുന്ന സവാള അത്ര അധികം വെന്തിട്ടില്ല, കാരണം നമ്മളിതിൽ വെക്കാൻ ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ അധികം വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. മുഴുവൻ ചിക്കനും ഒരുമിച്ച് ഒരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റിയിരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാർക്കോൾ ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പുരട്ടിയ അതേ മസാല പുരട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ്. പിന്നെ ചാട്ട് മസാല കിട്ടുകയാണെങ്കിൽ എന്തായാലും ചേർത്തോളൂ, അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. അപ്പോൾ നമ്മൾ വേവിച്ച സവാളയും കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുബൂസും അമൂസും ഒക്കെ കൂട്ടിയിട്ട് ഈ ഗ്രിൽഡ് ചിക്കൻ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാർക്കോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ സാധാരണ വിറകടുപ്പിൽ ആ ചാർക്കോൾ ഇട്ട് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ ഇരിക്കുന്ന ഗ്രില്ല് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, നമ്മളിത് മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ചിക്കനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്